അസ്സലാമലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡ്രൈഡ് ആപ്രിക്കോട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് ചെയ്യാണ് കേട്ടോ. പൊതുവേ ഈ ആപ്രിക്കോട്ടൊക്കെ വീട്ടിൽ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആപ്രിക്കോട്ട് എടുത്തു. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ആപ്രിക്കോട്ടാണ്. ശേഷം കുറച്ച് ഡേറ്റ്സും എടുത്തു. ഇതിൻ്റെയൊക്കെ എമൗണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നീട് വാൽനട്ടും എടുത്തു. അതുപോലെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് യൂസ് ചെയ്യാൻ കേട്ടോ. കുറച്ച് പീനട്ടും എടുത്തു, കുറച്ച് സെസം സീഡും എടുത്തു. വാൽനട്ടും അതുപോലെ നിലക്കടലയും കൂടി ചെറിയ ജാറിൽ അരച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുരു കളഞ്ഞ ഈത്തപ്പഴം ഇതിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 6-7 ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ച ശേഷം ഈ ഡ്രൈഡ് ആപ്രിക്കോട്ടിൻ്റെ കുരു കളഞ്ഞ ഒരു ഭാഗം ഉണ്ടാവും ഓട്ടയായിട്ട്. ആ ഓട്ട നമുക്ക് നേരെ സൂക്ഷിച്ചെടുത്തിട്ട് അതെന്ത് ചെയ്യുക, അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഓൾറെഡി ഉണ്ടാവും. ആ ഹോളിൽ കൂടെ നമ്മൾ കയ്യോ അല്ലെങ്കിൽ സ്പൂണോ ഇട്ടിട്ട് ഒന്ന് വിടർത്തി കൊടുത്ത് അതിലോട്ട് ഈ അരച്ച് വെച്ച ഈത്തപ്പഴത്തിൻ്റെയും നട്ട്സിൻ്റെയും ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു നല്ല ഷേപ്പിലായി കിട്ടിയാൽ നമുക്ക് വെള്ള എള്ളിൽ എന്ത് ചെയ്യുക, അതൊരു കോട്ടിങ്ങിനായിട്ട് മുക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ഷേപ്പിൽ നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും യുണൈക്കായിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഇത് ഒരു നാച്ചുറൽ സ്വീറ്റ്നറായി തരുന്നു, ഒരു ക്രഞ്ചിയാണ്, എനർജിയും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്തി ഡയറ്റിന് ഇതൊരു ഐഡിയൽ ചോയ്സാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ യെല്ലോ വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ബ്രൗൺ വെറൈറ്റിയിലുള്ള ആപ്രിക്കോട്ട്സാണ്. കാരണം ഇതിൽ പ്രിസർവേറ്റീവ്സ് കുറവാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.